എം.ടിയുടെ കുഞ്ഞുനാളിൽ അപ്പം മരിച്ചുപോയി. അതുകൊണ്ട് വീട്ടിൽ ദാരിദ്ര്യമായിരുന്നു. അമ്മയാണ് പിന്നെ കുടുംബം നോക്കുന്നത്. അമ്മയെക്കുറിച്ച് എം.ടി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ അമ്മ വീട്ടിൽ മൂത്തതായിരുന്നു. അമ്മ കുടുംബത്തിൻ്റെ എല്ലാ ഭാരവും ചുമന്നു. പുറത്തേക്ക് കാണിക്കാതെയുള്ള ഒരു തരം സഹനം. അമ്മ അമ്പലത്തിൽ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. കുട്ടികളിൽ ആളിക്കാറുമില്ല. കുടുംബം എങ്ങനെ നടന്നു പോകുന്നു എന്നതിലായിരുന്നു ശ്രദ്ധ. ഞങ്ങളുടെ വീടിൻ്റെ പാകമുപ്പ് കണക്കാണ്. ഞങ്ങൾ 4 ആൺമക്കൾ. എൻ്റെ അമ്മ പറഞ്ഞു 4 അല്ല 5. ചെറിയ അമ്മക്കൊരു മകളുണ്ട്. ഈ 4 ആൺകുട്ടികൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളും. അവിടെ ഒരു പെണ്ണുണ്ട്. അതുകൊണ്ട് 4 അല്ല 5. അങ്ങനെ ഒരു ഭാഗം തന്നെ അവർക്ക് കൊടുക്കുകയാണ്. അതായിരുന്നു എൻ്റെ അമ്മ. ഗോസ്പലിൽ ഈശോ പത്രോസിൻ്റെ വീട്ടിലോട്ടാണ് വരുന്നത്. അവിടെ പത്രോസിൻ്റെ അമ്മായിയമ്മയുണ്ട്. അമ്മായിയമ്മ തൽക്കാലത്തേക്ക് വന്നൊരു അതിഥിയല്ല. അമ്മായിയമ്മ പത്രോസിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവർക്കും ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു നമ്മൾ വായിക്കുന്നത്. സ്വന്തം അപ്പനമ്മയ്ക്ക് വരെ വീട്ടിൽ സ്ഥലം കൊടുക്കാത്ത കാലത്ത് നിന്ന് നമ്മളത് വായിക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. പത്രോസ് അമ്മായിയമ്മയ്ക്ക് വീട്ടിൽ സ്ഥലം കൊടുത്തു. വെറുതെ അല്ല ഈശോ സഭയുടെ താക്കോല് പത്രോസിനെ ഏൽപ്പിച്ചത്. കാരണം ഈശോയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, ഈ പത്രോസ് ഒരാളും തൂക്കിയെടുത്ത് സഭയുടെ പുറത്തേക്ക് കളയില്ലെന്ന്. പകരം എങ്ങനെയൊക്കെ വഴിതെറ്റിപ്പോയാലും അവരെല്ലാം എടുത്ത് സഭയുടെ അകത്തേക്ക് കയറ്റുമെന്ന്.